ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനിൽകുമാർ. സ്ത്രീകൾ സ്വാശ്രയരും സ്വയം പര്യാപ്തരുമാകാൻ ശ്രമിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. മധ്യപ്രദേശിലെ ഛത്തർപൂർ ജില്ലയിലെ ബാഗേശ്വർ ധാമിൽ 251 പെൺകുട്ടികളുടെ സമൂഹവിവാഹ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ശ്രീമതി മുർമു. പെൺമക്കളെയും സഹോദരിമാരെയും ശക്തരും കഴിവുള്ളവരുമാക്കുക എന്നത് സമൂഹത്തിലെ എല്ലാവരുടെയും കടമയാണെന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. മഹാകുംഭമേളയ്ക്ക് മഹാശിവരാത്രി ദിനമായ ഇന്ന് പ്രയാഗ്രാജിൽ സമാപനം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ഭക്തർ പ്രയാഗ്രാജിൽ പുണ്യസ്നാനത്തിൽ പങ്കെടുക്കുകയാണ്. കഴിഞ്ഞ മാസം 13-ന് ആരംഭിച്ച മഹാകുംഭമേളയിൽ 64 കോടി 60 ലക്ഷത്തിലേറെ പേർ പങ്കെടുത്തു. മഹാശിവരാത്രി ആഘോഷനിറവിൽ രാജ്യം. രാജ്യത്തുടനീളമുള്ള ശിവക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആലുവ മണപ്പുറത്ത് പിതൃതർപ്പണത്തിനായി ഭക്തർ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്തവണ ബലിതർപ്പണത്തിനായി 116 ബലിത്തറകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഗെയിൻ ബിറ്റ്കോയിൻ അഴിമതിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ 24 കോടിയോളം രൂപയുടെ ക്രിപ്റ്റോ കറൻസികൾ സിബിഐ പിടിച്ചെടുത്തു. ഇതുമായി ബന്ധപ്പെട്ട് 60-ലധികം സ്ഥലങ്ങളിൽ സിബിഐ തെരച്ചിൽ നടത്തി. തെരച്ചിലിൽ ഹാർഡ്വെയർ ക്രിപ്റ്റോ വാലറ്റുകൾ ഉൾപ്പെടെ ഒട്ടേറെ രേഖകൾ പിടിച്ചെടുത്തു. ഇന്ത്യയുമായുള്ള വ്യാപാര നിക്ഷേപ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും വൈവിധ്യവൽക്കരിക്കുന്നതിനുമായി രൂപരേഖ തയ്യാറാക്കി ഓസ്ട്രേലിയൻ സർക്കാർ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ ബന്ധം വർദ്ധിപ്പിക്കുന്നതിനായി ഓസ്ട്രേലിയ ഇന്ത്യ ട്രേഡ് ആന്റ് ഇൻവെസ്റ്റ്മെന്റ് ആക്സിലറേറ്റർ ഫണ്ടിൽ $16 ദശലക്ഷം ഓസ്ട്രേലിയ നിക്ഷേപിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ സ്വീകരിക്കുന്ന നടപടികൾ വിലയിരുത്തുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച ഉന്നതതല യോഗം നാളെ ഉച്ചയ്ക്ക് ശേഷം സെക്രട്ടേറിയറ്റിലാണ് യോഗം. വനം, ധനകാര്യം, തദ്ദേശ സ്വയംഭരണം, വൈദ്യുതി, റവന്യൂ, ആരോഗ്യം, ജലസേചനം വകുപ്പ് മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. ശബരിമല റോപ്പ് വേ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകാതെ തുടങ്ങുമെന്ന് മന്ത്രി വി.എൻ. വാസവൻ. കൂടാതെ പമ്പയിൽ 265 കോടിയുടെയും നിലയ്ക്കൽ, എരുമേലി, പന്തളം, കഴക്കൂട്ടം, ആറ്റിങ്ങൽ, പുനലൂർ എന്നിവിടങ്ങളിൽ 145 കോടി രൂപയുടെയും വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും. സാങ്കേതിക തടസ്സങ്ങളെല്ലാം മാറിയതായും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ സമരത്തിലേർപ്പെട്ടിരിക്കുന്ന ആശാ വർക്കർമാരോട് സംസ്ഥാന സർക്കാരിന് അനുഭാവപൂർണ്ണമായ നിലപാടാണുള്ളതെന്നും കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട തുക കിട്ടാത്തതാണ് കുടിശ്ശിക വരാൻ കാരണമെന്നും മന്ത്രി കെ.എൻ. ബാലഗോപാൽ. സ്കീം വർക്കേഴ്സിന്റെ കാര്യം പ്രീ ബജറ്റ് മീറ്റിംഗിൽ ഉൾപ്പെടെ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടതാണ്. 12 വർഷമായിട്ടും അലവൻസ് കൂട്ടാൻ കേന്ദ്രം തയ്യാറായില്ലെന്നും ബാലഗോപാൽ പറഞ്ഞു. അതേസമയം ആശാ വർക്കർമാരുടെ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതുവരെ സമരത്തിന് കോൺഗ്രസ് പിന്തുണ നൽകുമെന്ന് കെപിസിസി അറിയിച്ചു. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീട പോരാട്ടത്തിൽ ആദ്യ ദിവസം കളി അവസാനിക്കുമ്പോൾ കേരളത്തിനെതിരെ വിദർഭ 4 വിക്കറ്റിന് 254 റൺ എന്ന നിലയിൽ. നാഗ്പൂരിലാണ് മത്സരം. കേരളത്തിന് വേണ്ടി എം.ഡി. നിതീഷ് 2 വിക്കറ്റ് വീഴ്ത്തി. കന്നി രഞ്ജി ട്രോഫി കിരീടം ലക്ഷ്യമിട്ടാണ് കേരളം കളത്തിലിറങ്ങിയത്. കേരളത്തിൽ അടുത്ത 3 ദിവസങ്ങളിൽ ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ താപനില ഉയരാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിഖ്യാത സാഹിത്യകാരൻ എം.ഡി. വാസുദേവൻ നായർക്ക് പ്രണാമമർപ്പിച്ച് 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വർഷത്തെ തുഞ്ചൻ ഉത്സവത്തിന് വ്യാഴാഴ്ച തിരിതെളിയും. രാവിലെ പ്രശസ്ത തമിഴ് സാഹിത്യകാരി ശിവശങ്കരി ഉദ്ഘാടനം നിർവഹിക്കും. നിർമ്മാണം പൂർത്തീകരിച്ച കെഎസ്ഇബി അമ്പലപ്പുഴ സെക്ഷൻ ഓഫീസിന്റെയും സബ് ഡിവിഷൻ ഓഫീസിന്റെയും ഉദ്ഘാടനം മറ്റന്നാൾ മന്ത്രി കെ. കൃഷ്ണൻകുട്ടി നിർവഹിക്കും. 2300 ചതുരശ്ര അടിയിൽ അമ്പലപ്പുഴ കച്ചേരി മുക്കിന് സമീപമാണ് ഓഫീസ് നിർമ്മിച്ചത്. 36,000-ലധികം ഉപഭോക്താക്കൾക്ക് പുതിയ ഓഫീസിന്റെ പ്രവർത്തനം സഹായകരമാകും. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ റോഡിലൂടെയുള്ള ഗതാഗതം മറ്റന്നാൾ മുതൽ അടുത്ത മാസം 10 വരെ നിരോധിച്ചു. അമൃത് ഭാരത് പദ്ധതി നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്റ്റേഷനിലേക്കുള്ള പ്രവേശന കവാടത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതിനാലാണ് നിരോധനം. കെഎസ്ആർടിസി ചങ്ങനാശ്ശേരിയിൽ നിർമ്മിക്കുന്ന പുതിയ ബസ് ടെർമിനൽ കോംപ്ലക്സിന്റെ നിർമ്മാണ ഉദ്ഘാടനം നാളെ വൈകുന്നേരം ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നിർവഹിക്കും. ജോബ് മൈക്കിൾ എം.എൽ.എ. അധ്യക്ഷത വഹിക്കും. സംസ്ഥാന ടെലിവിഷൻ അവാർഡ് സമർപ്പണം മറ്റന്നാൾ തിരുവനന്തപുരത്ത് മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും. 2022-23 വർഷങ്ങളിലെ സംസ്ഥാന ടെലിവിഷൻ അവാർഡുകളും 2022-ലെ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡുമാണ് സമ്മാനിക്കുക. വിവിധ വിഭാഗങ്ങളിലായി 104 പേർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങും. കേരള സ്റ്റേറ്റ് ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ തീരദേശ ഹർത്താൽ ഇന്ന് അർദ്ധരാത്രി മുതൽ നാളെ രാത്രി 12 മണിവരെ സംസ്ഥാന വ്യാപകമായി മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകില്ലെന്ന് സമരസമിതി അറിയിച്ചു. എറണാകുളം ആലപ്പുഴ റെയിൽവേ പാതയിൽ കുമ്പളം സ്റ്റേഷനിൽ സജ്ജീകരിച്ച അത്യാധുനിക ഇലക്ട്രോണിക് ഇന്റർലോക്കിംഗ് സംവിധാനം തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ കമ്മീഷൻ ചെയ്തു. റെയിൽവേ സുരക്ഷാ പ്രവർത്തന കാര്യക്ഷമത എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് ഈ സംവിധാനം ഏറെ സഹായകരമാകുമെന്ന് റെയിൽവേ അറിയിച്ചു.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.